തെരുവ് നായയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊന്ന യുവാക്കൾ. സംഭവം പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരം കാട്ടായിക്കോണത്ത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിവരം നൽകാൻ പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത, വിശദാംശങ്ങൾ. പുലർച്ചെ 3 മണിയോടെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം തിരുവനന്തപുരം പോത്തൻകോടിനടുത്തുള്ള കാട്ടായിക്കോണം എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായത്. അവിടെ ഒരു കടയുടെ മുന്നിൽ അവിടെ കിടന്നുറങ്ങുകയായിരുന്ന ഒരു നായയാണ് ഇത്തരത്തിൽ യുവാക്കൾ വന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലുന്നത്. ഈ നായ എന്ന് പറയുന്ന അവിടുത്തെ ആ കടയുടമയും അല്ലെങ്കിൽ ആ പ്രദേശവാസികളും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്തുന്ന ഒരു നായയാണ്. അതിനെ ആദ്യം ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷം മറ്റാരും വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ നായയെ കുറച്ചു നേരം താലോലിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. അതിന് ഭക്ഷണം നൽകുന്നുണ്ട്. അതിനുശേഷമാണ് പിറകിലേക്ക് മാറി നിന്ന് കമ്പിപ്പാര കൊണ്ട് ലക്ഷ്യം നോക്കി അതിന്റെ തലയ്ക്ക് തന്നെ യുവാക്കൾ ആഞ്ഞടിക്കുന്നത്. ഒരു യുവാവാണ് അടിക്കുന്നത്. മറ്റൊരാൾ അവിടെ ആ സമയം ബൈക്കിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശത്ത് വരെ പ്രതിഷേധമൊക്കെ ആയിട്ടുണ്ട്. അവർ നാട്ടുകാർ ഒരുമിച്ച് പോത്തൻകോട് സ്റ്റേഷനിൽ പരാതി നൽകാനൊക്കെ പോവുകയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇത്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പൂച്ചയെ കൊന്ന് കഷ്ണങ്ങളാക്കി വീഡിയോ പങ്കുവെക്കുന്നതും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നാട്ടിൽ വ്യാപിക്കുകയാണ്. എന്തായാലും യുവാക്കളാണിത് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകളായി പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്ന് തന്നെ കാണാം. രണ്ടുപേരും ഹെൽമെറ്റ് ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഏറെ നേരത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഈ നായയെ തല്ലി കൊല്ലുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകും. പക്ഷെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇവർ ആരാണെന്നുള്ള കാര്യത്തിലും ഈ നിമിഷം ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെ പരാതി ലഭിച്ചാൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അടിയുടെ ശബ്ദവും അതോടൊപ്പം തന്നെ അടിയേറ്റ് നായ കിടന്ന് കരയുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ശബ്ദവും നമുക്ക് ആ ദൃശ്യത്തിൽ കേൾക്കാം. അത് വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ ഒരു ചെറിയ ശബ്ദവും ആ നായയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ നായയുടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കേൾക്കാനും കഴിയുന്നുണ്ടെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷി തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കാട്ടായിക്കോണത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പറയാം. എന്തായാലും ഈ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവും ഈ സംഭവത്തിലുണ്ട്. നിഖില. ശരി പ്രജിത്ത.